തങ്കേച്ചി തങ്കം പോരേ. അങ്ങോട്ട് പോണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ തങ്കേച്ചി? ഇനി ഇനി നിങ്ങളൊന്നും പറയണ്ട സുനന്ദേ, പറഞ്ഞിട്ടും കാര്യമില്ല. തങ്കം പോകരുത്. തങ്കേച്ചി വിട്, എന്നെ പിടിക്കണ്ട. ഞാൻ പൊക്കോളാം. വാ. ഗാഥ. ഇതെന്താ തങ്കേച്ചി? ഇതെന്താ എന്റെ മോളുടെ പേര് മാറ്റി എഴുതിയിരിക്കുന്നേ? എന്താ ഗോപാല ഇത്? അത് തങ്കം, നവീൻ കൃഷ്ണനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ നവീനെ കുറിച്ച് കൃഷ്ണയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. കൃഷ്ണ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ നവീൻ അത് കാര്യമാക്കിയില്ല. പക്ഷേ നവീന്റെ ബന്ധുക്കളൊക്കെ വലിയ നിലയിലല്ലേ, അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അതെ തങ്കേച്ചി, നവീന്റെ ബന്ധുക്കളോട് നവീൻ പറഞ്ഞിരിക്കുന്ന കൃഷ്ണ വലിയ വീട്ടിലെ കുട്ടിയാന്ന്. അതെ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അതനുസരിച്ച് തന്നെയാ ചെയ്യുന്നേ. എല്ലാത്തിന്റെയും ചെലവെടുത്തത് നവീൻ തന്നെയാ. അതെ. അതിനെന്തിനാ പേര് മാറ്റുന്നത്? അത് കൃഷ്ണയെ നവീൻ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാ. മാത്രമല്ല കല്യാണക്കത്തിലും ഇവിടെയൊക്കെ പേര് വെച്ചാലേ കൃഷ്ണയെ പിന്നെ വേറെ ആരും വന്ന് തിരക്കില്ലല്ലോ, അതിനുവേണ്ടി ചെയ്തതാ. തങ്കേച്ചി, ഇപ്പൊ അകത്ത് പോയി കൃഷ്ണയെ കണ്ടാല് നവീൻ ആളുകൾക്ക് മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം തകരും. അതെ അതെ. തങ്കേച്ചി അവൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ? അവളുടെ നന്മ കാണാനല്ലേ ആഗ്രഹിക്കുന്നേ? അതെ, പക്ഷെ അവൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. എന്നോട് ഒരു വിവരം പറഞ്ഞില്ലല്ലോ. അതില് വലിയ കാര്യമില്ല തങ്കം. ഇങ്ങനെയുള്ള കാര്യം ഉള്ളതുകൊണ്ട് അമ്മയോട് മോള് പറയണ്ടെന്ന് ഞാൻ തന്നെയാ കൃഷ്ണനോട് പറഞ്ഞത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം തങ്കത്തോട് പറയാനിരിക്കുകയായിരുന്നു. തങ്കത്തോട് പറയാനിരിക്കുക, കൃഷ്ണയെ തെറ്റിദ്ധരിക്കരുത്, എല്ലാ കുറ്റവും എന്റെയാ. അവളെ മോളെ പോലെ കണ്ടതുകൊണ്ട് അവൾക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാ. തങ്കം തെറ്റിദ്ധരിക്കരുത്. തങ്കം, അവൾക്ക് നല്ലത് വരട്ടെ. Krishna